അങ്ങനെ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വിട്ട് മാനസികമായിട്ട് അങ്ങനത്തെ വളരെ നല്ല സിനിമകൾ മാത്രം വരുമ്പോൾ സിനിമയിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തൃക്കരിപ്പൂരിൽ പോയി ഒരു നാടകം എഴുതി. ആരുടെ സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ട് ഒരു 2.5 മണിക്കൂർ നേരമുള്ളൊരു നാടകമായിരുന്നു. അപ്പൊ അതിന്റെ റിഹേഴ്സലൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരു സിനിമയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ടെലിഗ്രാം ആ നാട്ടിലേക്ക് എനിക്ക് വരികയാണ്. അപ്പൊ ഞാൻ അവരോട് ഞാൻ പോകുന്നൊന്നുമില്ല, ഇതിപ്പം നമ്മുടെ നാടകത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം എന്റെ ആവശ്യം അവർക്കുണ്ടെങ്കിൽ ആ സമയത്ത് പോകാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത്രയും അതിനകത്ത് അവർക്കൊരു ആ രീതിയിലൊരു ഭ്രമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു സിനിമയുടെ കാര്യമായിരുന്നില്ല അത്. അപ്പൊ അവര് പറഞ്ഞു നാടകത്തെപ്പറ്റി ആലോചിച്ച് ബേജാറായിട്ട് ഇവിടെ നിൽക്കണമെന്നില്ല, അത് വന്നതിന് ശേഷം ചെയ്യാവുന്നതാണ്. അങ്ങനെ അവർ ഉന്തിത്തള്ളി എന്നെ ഒരു വണ്ടി കയറ്റി മദിരാശിയിലേക്ക് വിടുകയാണ്. ആ യാത്രയോട് കൂടിയിട്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ജോർജ് സാറും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എപ്പോഴും ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ ഓണപ്പുടവ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകൾ എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുമ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകനായിരുന്ന പ്രഭാകരൻ സാറും വേറെ ദുബായിലുള്ള രണ്ടുപേരും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിന്റെ സംവിധാനം ജോർജ് സാറായിരുന്നു. അപ്പോ അതിന്റെ കഥ ചർച്ച ചെയ്യുമ്പോൾ എന്നെയും അവര് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടെ ഇരുത്തുമായിരുന്നു. അപ്പോ ആ ചർച്ച എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഒരു തിരക്കഥ രൂപപ്പെടുന്നതിന്റെ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള എന്റെ നാടകവും എന്റെ സിനിമ കണ്ടിട്ടുള്ള പരിചയവും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ പലതും പറയാറുണ്ട്, പല അഭിപ്രായങ്ങളും പറയും. ചിലത് പലതും വിഡിത്തങ്ങളാണെന്ന് അവർ പറഞ്ഞ് പരിഹസിച്ചിരിക്കാറുണ്ട്. പക്ഷെ എനിക്കതൊന്നും വിഷയമാവാറില്ല. ജോർജ് സാറ് പിന്നീട് ആ സിനിമയിൽ തന്നെ ചിലത് പിന്നെ ചില സീനുകൾ മാറ്റി എഴുതാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ഷൂട്ടിങ്ങിനിടയിൽ. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മേള എന്നാണ് ആ സിനിമയുടെ പേര്. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രം അവിടുത്തെ സന്യാസി ഗുരുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ഇനി എങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്? അപ്പൊ ഗുരു പറയുന്നുണ്ട്, ഈ ചോദ്യം വളരെ നന്നായിരിക്കുന്നു. നിങ്ങൾ ഇവിടെയുള്ള ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് അടുത്ത വീട്ടിലെ കൃഷ്ണനോടോ രാമനോടോ ചോദിക്കുകയാണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പം ഗുരു പിന്നെ ഇയാൾക്ക് വേണമെങ്കിൽ കുറെ ഉപദേശങ്ങൾ അവിടെ കൊടുക്കാമായിരുന്നു. അപ്പൊ ഗുരു ഉപദേശം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തിരക്കഥാകാരൻ ഗുരുവിന്റെ വായിൽ ഉപദേശങ്ങൾ എഴുതി കൊടുക്കാത്തതുകൊണ്ടാണ്. അത് എഴുതി കൊടുക്കാത്തത് ഞാൻ തന്നെയാണ്. കാരണം സജഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. നമുക്ക് അറിവുള്ള വിഷയമാണെങ്കിൽ ആ അറിവ് ഇന്നതൊക്കെയാണെന്ന് പറയാം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയേണ്ടത് നമ്മുടെ ജോലിയല്ല. അത് വളരെ വലിയൊരു വിഷയമാണത്. അപ്പം ഏതെങ്കിലും ഒരു ആശയത്തിന്റെ പ്രചാരകനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരകനാവാനോ ഏതെങ്കിലും തത്വസംഹിതയുടെ പ്രചാരകനാവാനോ ആ തത്വസംഹിതകൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കാനോ ശ്രമിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ അതിന് വളർന്നിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു സിനിമ കണ്ടിട്ട് ഈ സൊസൈറ്റി ഈ സമൂഹം ഒരു സിനിമ കൊണ്ട് മാറിപ്പോവും പിറ്റേ ദിവസം മുതൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇത്തരം കുറേ ശ്രമങ്ങളിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സ്വാഭാവികമായി ഉണ്ടാവുമെങ്കിൽ വളരെ നല്ലത്. ലൂമിയർ ബ്രദേഴ്സ് ആയാലും ഒക്കെ അവരുദ്ദേശിച്ചിരുന്ന ഈ സിനിമ എന്ന് പറയുന്നത് അവര് ഇതിൽ താല്പര്യമെടുത്തത് ജനങ്ങളെ എന്റർടൈൻ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവര് തുടങ്ങിയത് തന്നെ. പിന്നെ ഇടയ്ക്ക് ബുദ്ധിജീവികൾ കയറി വന്നിട്ട് സിനിമ ആളുകളെ ബോധവൽക്കരിക്കാൻ മാത്രമുള്ളതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അവർ പറഞ്ഞോട്ടെ. പക്ഷെ ഞാനിപ്പോഴും അടിസ്ഥാനപരമായിട്ട് ആളുകളെ പിന്നെ എന്റർടൈൻ ചെയ്യുക എന്ന് പറയുന്ന കാര്യത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. Junior, little more strong. Second. Stop. Running. One by one, take one. Stop.
ഇത് സിനിമയെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. ലൂമിയർ സഹോദരന്മാർ ചലച്ചിത്രം ഒരു യാഥാർത്ഥ്യമാക്കി. പിന്നീട് വന്ന മഹാരഥന്മാർ ചലച്ചിത്രത്തിന് പുതിയ പുതിയ ഭാഷ്യങ്ങൾ ചമച്ചു, വ്യാകരണം കണ്ടെത്തി. സിനിമാ കൊട്ടകയിൽ പൊട്ടിച്ചിരിയുടെ ഹർഷാരവങ്ങൾ ഉയർന്നു. വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുടെ നെടുവീർപ്പുകളും തേങ്ങലുകളും പ്രേക്ഷകർ അവരുടെ തന്നെ നൊമ്പരമായി അനുഭവിച്ചറിഞ്ഞു. ജീവിത ദുരിതങ്ങൾക്കൊരു സാന്ത്വനമായി, ഒരു മനുഷ്യമഹാഗാഥയായി സിനിമ മാറുകയായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒ.വി. വിജയന്റെ നോവല് എനിക്ക് വായിക്കാനിരിക്കും, നീ വായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നത് 8ാം ക്ലാസ് തോറ്റതിന് ശേഷം ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും മേഖലയിൽ ചെന്നിട്ട് ജീവിതം ഒരു ദുരിതമാക്കാൻ പാടില്ല. അഭിനയിക്കുക എന്ന് പറയുന്നത്, അത് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റാണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു സിനിമ കണ്ടിട്ട് ഈ സൊസൈറ്റി, ഈ സമൂഹം ഒരു സിനിമ കൊണ്ട് മാറിപ്പോകും പിറ്റേ ദിവസം മുതൽ. കാരണമില്ലാത്ത ഒരു നിർമ്മാതാവ് കൂടിച്ചേരുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു സിനിമയുടെ ജന്മം ഉണ്ടാകുന്നു. പ്രതിഭ എന്ന് പറയുന്ന സംഗതിയുടെ അഭാവമാണ് ഇവിടുത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. എന്റെ പോരായ്മകളെ മുഴുവൻ പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ അപകർഷതാബോധമുള്ള കഥാപാത്രങ്ങളെയൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ഒരു ത്രില്ല് ശരിക്കും പറഞ്ഞാൽ എഴുത്തിലാണ് കൂടുതലുള്ളത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പീറ്റർ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ആക്ടറുടെ കുറെ സിനിമകളെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ രീതിയോട് വളരെയധികം ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഉടനെ പ്രേക്ഷകർ പോയിട്ട് ഉടനെ ഇവരുടെ സിനിമ ആണെന്നാണ് ഇവരുടെ വിചാരം. സിനിമ നല്ലതല്ലെങ്കിൽ നിങ്ങൾ ആരും കാണരുത്. എല്ലാറ്റിനും നന്ദി. മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, മലയാള സിനിമയിലെ ഏത് സിനിമയിലായാലും ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്ക്രീൻ പ്ലേ, ഒരു കണ്ടന്റ്, തീം, ഇത്